ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമുക്കിന്ന് ടേൺ എക്സാമിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം വീണ്ടും ഓർമ്മിക്കുകയാണ്, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സും ക്വസ്റ്റ്യനും ബൈഹാർട്ടിന് വേണ്ടിയല്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണോ വരുന്നത് നോക്കുക. അതിനുശേഷം ആ ടോപ്പിക്ക് ഒന്നുകൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഫീമെയിൽ അലഗറി ഓഫ് ഫ്രാൻസ്? നമുക്കറിയാം ഫ്രാൻസിൻ്റെ ഫീമെയിൽ അലഗറിയാണ് മരിയൻ. സോ ഷീ വാസ് നെയ്ഡ് മറിൻ, കറക്റ്റാണ്. പിന്നെ ഷീ വാസ് എ സിമ്പിൾ ഓഫ് നാഷണൽ യൂണിറ്റി, അതും കറക്റ്റാണ്. ഹെർ ക്യാരക്ടറിസ്റ്റിക്സ് വർ ഡ്രോൺ ഫ്രം ദോസ് ഓഫ് ലിബർട്ടി ആൻഡ് ഡ്രിപ്പ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ബട്ട് സി ഓപ്ഷൻ നമ്പർ ബി, ഷീ ടുക്ക് പാർട്ട് ഇൻ ദി ഫ്രഞ്ച് റവല്യൂഷൻ, അതൊരിക്കലും സംഭവിച്ചില്ല. കാരണം ഇതൊരു അലഗറി മാത്രമാണ്, ഒരു പേഴ്സൺ അല്ല. സോ ഒരിക്കലും ഒരു മരി എന്ന് പറയുന്ന ഒരു അലഗറി ഫ്രഞ്ച് റവല്യൂഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. സോ അതാണ് അവിടെ റോങ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Which one of the following states was ruled by an Italian princely house before unification of Italy? നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ഇത്. നമുക്കറിയാം ഇറ്റലിയിലെ സർഡിനറ്റ് പീഡ്മെൻ്റ് ആയിരുന്നു ആ ഒരു ഇറ്റാലിയൻ പ്രിൻസ്ലി സ്റ്റേറ്റ് നേരിട്ട് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3, അത് നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹു ആം ദ ഫോളോയിങ് ഫോം സീക്രട്ട് സൊസൈറ്റി നോൺ ആസ് യങ് ഇറ്റലി? നമുക്കറിയാം മസീനിയാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് എൻ അലഗറി ഓഫ് ദി ജർമ്മൻ നേഷൻ? മറിയനാണോ, ബ്ലൈൻഡ് ഫോൾഡ് വിമൻ ആണോ, ജർമ്മനിയാണോ, ലാറ്റാലിയാണോ? നോ ഡൗട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജർമ്മനിയുടെ അലഗറിയാണ് ജർമ്മേനിയ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് ദ ആക്ട് ഓഫ് യൂണിയൻ 1707? നമുക്കറിയാം യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടനുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ടോപ്പിക്കാണ് ആക്ട് ഓഫ് യൂണിയൻ 1707. It was an agreement between England and Scotland, agreement between England and Ireland. It resulted in the formation of United Kingdom of Great Britain. It gave England control over Scotland. എല്ലാവരും ഓർക്കുന്നു വിചാരിക്കുന്നു. ഈ ഒരു ആക്ട് ഓഫ് യൂണിയൻ മെയിനായിട്ടും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് സ്റ്റേറ്റുമായിട്ടായിരുന്നു? സ്കോട്ട്ലൻഡുമായിട്ടായിരുന്നു, അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ ഓപ്ഷനായിട്ട് വരുന്ന ബി ആണ് അവിടെ റോങ് ആയിട്ട് വരുന്നത്. ബിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് വാസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ്. നമുക്കറിയാം അയർലൻഡിൻ്റെ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഇത് സ്കോട്ട്ലൻഡുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ആക്ട് ഓഫ്, നമുക്കറിയാം, യൂണിയൻ ഓഫ് 1707. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 6, വൺ ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. റിസോഴ്സസ് വിച്ച് ആർ സർവേഡ് ആൻഡ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഹാവ് ബീൻ ഡിറ്റർമൈൻഡ് ഫോർ യൂട്ടിലൈസേഷൻ ഓർ കോൾഡ്? നമുക്കറിയാം ദീസ് റിസോഴ്സസ് ആർ നോൺ ആസ് ഡെവലപ്ഡ് റിസോഴ്സസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. The first International Earth Summit was held in Rio de Janeiro in Brazil in. അവിടെ നിങ്ങൾ ഇയറും മന്തും കൂടെ ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓഗസ്റ്റ് 1991 ആണോ, ഓഗസ്റ്റ് 1992 ആണോ, ജൂൺ 1991 ആണോ, ഓർ ജൂൺ 1992 ആണോ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻസർ അവിടെ ജൂൺ 1992 ഈ എർത്ത് സമ്മിറ്റ് ബ്രസീലിൽ നടന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 8. അരുണാചൽ പ്രദേശ് ഹാസ് അബൻഡൻറ്റ് വാട്ടർ റിസോഴ്സസ് ബട്ട് ലാക്സ് ഇൻ. നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, പല സ്റ്റേറ്റിനും പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അരുണാചൽ പ്രദേശിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് വാട്ടർ റിസോഴ്സ് വരുന്നുണ്ട്. ബട്ട് ഏത് റിസോഴ്സാണ് ഈ ഒരു അരുണാചൽ പ്രദേശിന് കുറവുള്ളത്? മിനറൽ റിസോഴ്സ് ആണോ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണോ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ, ഓർ നൺ ഓഫ് ദ എബോവ്? നമുക്കറിയാൻ വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് അരുണാചൽ പ്രദേശ് പിന്നിൽ നിൽക്കുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട്സ് എ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ? എല്ലാവർക്കും അറിയുന്ന ആൻസർ വിചാരിക്കുന്നു. 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ടോട്ടൽ ജിയോഗ്രഫിക്കൽ. ഇത് കഴിഞ്ഞ വർഷം ഗ്രേഡ് 9 നിങ്ങൾ പഠിച്ച കാര്യമായിരുന്നു ഈ ടോപ്പിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. The soil which develops in areas with high temperature and heavy rainfall is called? റിഗർ ആണോ, അലുവിയൽ ആണോ, ലാറ്ററൈറ്റ് ആണോ, അരിഡ് ആണോ? നമുക്കറിയാം കറക്റ്റ് ആൻസർ വരുന്നത് ലാറ്ററൈറ്റ് ആണ്. കാര്യം ലാറ്ററൈറ്റ് കേരള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കേരളത്തിൽ ഒരുപാട് ലാറ്ററൈറ്റ് സോയിൽ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള ക്ലൈമറ്റ് നമുക്ക് വരുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറും വരുന്നുണ്ട്, എന്നാൽ ചില മാസങ്ങളിൽ നമുക്ക് ഹെവി റെയിൻഫാളും വരുന്നുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 11. ബെൽജിയം ഹാസ് ബോർഡേഴ്സ് വിത്ത്. നമ്മൾ ഈ ക്ലാസ്സുകളുടെ സമയം ഈ ടോപ്പിക് എക്സ്പ്ലെയിൻ സമയത്ത് അവിടെ പറഞ്ഞ കാര്യം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വേൾഡ് മാപ്പ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, ഏതൊക്കെയാണ് ബെൽജിയത്തിൻ്റെ ബോർഡേഴ്സ് വരുന്നത്? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു.
കറക്റ്റ് ആൻസർ വരുന്ന അവിടെ ഓപ്ഷൻ ഡി ആണ്. ഫ്രാൻസ്, നെതർലൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ്. ഈ 4 കൺട്രീസുമായിട്ടും ബെൽജിയം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. Now question number 12. Most of the Sinhala speaking people are ഹിന്ദുസ് ആണോ, മുസ്ലിംസ് ആണോ, ബുദ്ധിസ്റ്റ് ഓർ ക്രിസ്ത്യൻസ്? നമുക്കറിയാം അവിടെ ബുദ്ധിസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഹള സ്പീക്കിംഗ് പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അവിടെ റിലീജിയൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം ശ്രീലങ്കൻ ഗവൺമെൻറ് ആ സമയത്ത് ഈ 2 കാര്യത്തിനും അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഹള എന്നുള്ള ലാംഗ്വേജിനെയും അതുപോലെ ഒരു റിലീജിയനെയും. ഏതായിരുന്നു അത്? ബുദ്ധിസമാണ്. സോ ദേ വർ ബുദ്ധിസ്റ്റ്. Now question number 13 from the same chapter. Sri Lanka emerged as an independent country in which year? 1945, 46, 47, 48. അറിയാത്തൊരു നോട്ട് ചെയ്യുക. കറക്റ്റ് ആൻസർ 1948 ആണ്. Now question number 14. Which of the following soil has self aeration capacity? നമ്മൾ ആ സോയിലിൽ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ്, ഒരു സോയിലിൻ്റെ ഒരു സ്പെഷ്യൽ കപ്പാസിറ്റിയാണ് സെൽഫ് എയറേഷൻ. അലുവിയലാണോ, ബ്ലാക്ക് ആണോ, റെഡ് ആണോ, മൗണ്ടൻ സോയിലാണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബ്ലാക്ക് സോയിലാണ്. Now question number 15. Identify the reason for civil war in Sri Lanka. എന്തായിരിക്കും റീസൺ? Tamils were given political autonomy in the province populated by them. Tamil was recognized as an official language. The distrust between the two communities grew when the demands of Tamils were denied. The Sinhala-led government conceded to their demand for a separate Elam. നമുക്കറിയാം കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും? അവിടെ തമിഴ്സിൻ്റെ പല ഡിമാൻഡ്സും അവർ എഗ്രി ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു സിവിൽ വാറിലേക്ക് ശ്രീലങ്ക പോകാൻ കാരണം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ദ distrust between the two communities grew when the demands of Tamils were denied. തമിഴ്സിൻ്റെ ഡിമാൻഡ്സ് അവർ ഡിനൈ ചെയ്തു. അതിന് പകരം അവർ പലപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംഹളാസിനെ ആയിരുന്നു. Now question number 16. Defense of a country, foreign affairs, banking, currency are subject included in. സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, കൺകറൻ്റ് ആണോ, യൂണിയൻ ആണോ, നൺ ഓഫ് ദീസ്? നമുക്കറിയാം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ആണ്. സോ ഓൾ ദീസ് സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്. ഓക്കെ. Now question number 17. Some states were created not on the base of language but to recognize differences based on. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഇന്ത്യയിലെ പല സ്റ്റേറ്റിനും ഫോം ചെയ്തിട്ടുള്ള ലാംഗ്വേജിൻ്റെ ബേസിലാണ്. ദേ ആർ നോൺ ആസ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. ബട്ട് ചില സ്റ്റേറ്റ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് നോട്ട് ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജ്. നമ്മൾ അവിടെ മറ്റ് പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏതൊക്കെയായിരിക്കും? കൾച്ചറാണോ, എത്നിസിറ്റി ആണോ, ജോഗ്രഫി ആണോ, ഓർ ഓൾ ഓഫ് ദീസ്? നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ കൺസിഡർ ചെയ്യാറുണ്ട്. സോ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. Now question number 18. The development goals of landless rural laborers are. ഒരു ലാൻഡ്ലെസ് ലേബറുടെ മെയിൻ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് ഗോൾ എന്നുള്ള ഒരു ടോപ്പിക്കിൽ. അഷ്യൂർഡ് ഹൈ ഫാമിലി ഇൻകം ത്രൂ ഹയർ സപ്പോർട്ട് പ്രൈസ് ഫോർ ദെയർ ക്രോപ്സ് ആണോ, ഓർ ടു സെറ്റിൽ ദെയർ ചിൽഡ്രൻ എബ്രോഡ്, മോർ ഡേയ്സ് ഓഫ് വർക്ക് ആൻഡ് ബെറ്റർ വേജസ്, ഓൾ ഓഫ് ദെയർ? നമുക്കറിയാം അവർക്ക് വളരെ ചെറിയ ഡ്രീംസ് അല്ലെങ്കിൽ ചെറിയ ഗോൾസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സോ അവരുടെ മെയിൻ ഡ്രീം ഗോൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും, മോർ ഡേയ്സ് ഓഫ് വർക്ക് ആൻഡ് ബെറ്റർ വേജസ്. Now question number 19. The average income is also called. നമുക്കറിയാം പെർ ക്യാപിറ്റ ഇൻകം ആണ്. അവിടെ നിങ്ങൾക്കവിടെ പല കൺഫ്യൂസിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണ്ടോ. പോയിന്റ് നമ്പർ എ, പെർ ക്യാപിറ്റ പ്രോഫിറ്റിന് കൊടുത്തിരിക്കുന്നത് ഒരേ ഒരു വേർഡ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ. Now question number 20. Kerala has a low infant mortality rate because it has. I think ഇതേ ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ IMR കുറയാൻ കാരണം എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്, ബേസിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കേരളത്തിൽ കൂടുതലാണ്. Now question number 21. The per capita income for all countries is calculated in. നമ്മൾ പൗണ്ട്സ് ഏത് കറൻസിയിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പൗണ്ട്സിലാണോ, ഷില്ലിങ്ങിലാണോ, റുപ്പിയിലാണോ, ഡോളറിലാണോ? നമുക്കറിയാം ഡോളറിലാണ്. കാരണം ഒരു നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത്, അതുപോലെ എല്ലാ കൺട്രീസും ഒരുപോലെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള കറൻസിയാണ് ഡോളർ. നൗ ക്വസ്റ്റൻ നമ്പർ 22 ഒരു ഫുൾ ഫോം എഴുതാനുള്ള ക്വസ്റ്റൻ ആണ്. ഫുൾ ഫോം ഓഫ് HDI. സിമ്പിൾ ക്വസ്റ്റൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും.
അവിടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിലേക്കൊന്നും വീണ്ടും പോരുത്. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. Now question number 23. Which of the following measures the proportion of literate population in the 7 and above age group? നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ആണോ, എൻറോൾമെൻറ്റ് റേറ്റ് ആണോ, ലിറ്ററസി റേറ്റ് ആണോ, ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ആണോ? നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിറ്ററേറ്റ് പോപ്പുലേഷൻ്റെ കാര്യമാണ്, അപ്പോൾ അധികം ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലിറ്ററസി റേറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ, ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹിഡൻ അണ്ടർ എംപ്ലോയ്മെൻറ്റ് കോൾഡ്? അതായത് ഹിഡൻ അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിഡൻ എംപ്ലോയ്മെൻറ്റിൻ്റെ മറ്റൊരു പേരായിട്ട് ഇവിടെ ചോദിക്കാം. നമുക്കറിയാം ഇത് കറക്റ്റ് ആൻസർ വരുന്നത് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അത് ഏകദേശം ഹിഡൻ ആണല്ലോ, അതായത് 2-3 പേര് വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് അതിൽ കൂടുതൽ 6-7 പേര് വർക്ക് ചെയ്യുന്നു. പലപ്പോഴും അവർക്ക് കൃത്യമായി എത്ര അവർ പ്രതീക്ഷിക്കുന്ന അത്ര വേജസ് ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് ദീസ് പീപ്പിൾ അപ്പിയർ ടു ബി എംപ്ലോയിഡ്, ബട്ട് ആക്ച്വലി ദേ ആർ അൺഎംപ്ലോയിഡ്. കാരണം അപ്പോൾ അവിടെയാണ് ഈ ഒരു ഹിഡൻ എന്നുള്ള ഒരു വേർഡ് അവിടെ വരാൻ കാരണം. ഓക്കെ, ഇനി സെക്ഷൻ ബി, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് റിഗാർഡിംഗ് സോൾവെറൈൻ ഫോംഡ് ഇൻ 1834? നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ജർമ്മനിയിൽ അവരൊരു കസ്റ്റം യൂണിയൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, നോൺ ആസ് സോൾവെറൈൻ. അതിൽ ഏതാണ് ഫോൾസ് ആയിട്ടുള്ള കാര്യം? ഇറ്റ് അബോളിഷ് ടാരിഫ് ബാരിയേഴ്സ്, അത് കറക്റ്റ് അല്ലേ? യെസ്. ഇറ്റ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് കറൻസ്, ദറ്റ് ആൾസോ കറക്റ്റ്. ഇറ്റ് ഹാഡ് മോസ്റ്റ് ഓഫ് ദി ജർമ്മൻ, ഇവിടെ GE ആണ്, ജർമ്മൻ സ്റ്റേറ്റ്സ് ആസ് മെമ്പേഴ്സ്, അതും കറക്റ്റാണ്. ഇറ്റ് അബോളിഷ്ഡ് ഫെഡറൽ സിസ്റ്റം, അത് ശരിയല്ലല്ലോ. കാരണം അവർ പരമാവധി ഒരു ഫെഡറേഷൻ ആക്കാൻ ട്രൈ ചെയ്ത ആൾക്കാരാണ്. ഒരിക്കലും അവർ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം അവർ അബോളിഷ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ റോങ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് സോയിൽ കൺസർവേഷൻ? സ്ട്രിപ്പ് ക്രോപ്പിംഗ്, ടെറസ് കൾട്ടിവേഷൻ, ഓവർ ഡ്രോയിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഷെൽട്ടർ ബെൽറ്റ്. ഈസി ക്വസ്റ്റ്യൻ, നമുക്കറിയാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താ? ഓവർ ഡ്രോയിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ മീൻസ് നമ്മൾ വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ. അതൊരിക്കലും ഒരു സോയിൽ കൺസർവേഷൻ്റെ മെഷറല്ല. ബട്ട് ബാക്കി 3 സോയിൽ കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. സോ സി ആണ് അവിടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഇറ്റ് റെക്കഗ്നൈസ് തുർക്കി ആസ് എ ഇൻഡിപെൻഡൻറ്റ് നേഷൻ. ഇനി ഇവിടെ പറഞ്ഞ ഗ്രീസിനെയാണ് നേഷൻ അംഗീകരിച്ചത്, ജർമ്മനിയാണ്, ഫ്രാൻസിനെയാണ്. ഏതായിരിക്കും കറക്റ്റ്? നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് തന്നെ ഏത് ടോപ്പിക്കിൻ്റെ അണ്ടറിലായിരുന്നു? ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് റെക്കഗ്നൈസ് ഗ്രീസ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് വൺ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 28. ഇവിടെ നിങ്ങൾ ഒരു 4 ഈവൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളതിനെ ഓർഡറിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിനെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇയേഴ്സ് അറിഞ്ഞിരിക്കണം, അല്ലേ? നമുക്ക് തോന്നുന്നു ഈ നാഷണലിസം യൂറോപ്പ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഇയേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ബട്ട് ഇൻ നാഷണലിസം ഇന്ത്യ ചാപ്റ്റർ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന മാക്സിമം ഇയേഴ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. കുറച്ച് ഇയേഴ്സ് മാത്രമേ പഠിക്കാൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെ ഇയേഴ്സ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ. നമുക്കറിയാം യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ കംപ്ലീറ്റ് ചെയ്തത് 1707 പിന്നെ വരുന്നതാണ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. എന്നായിരിക്കും യൂണിഫിക്കേഷൻ ജർമ്മനി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക? 1871 നൗ ലിബറൽ റവല്യൂഷൻ നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. 1848 ലിബറൽ റവല്യൂഷൻ നടന്നത്. ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫ്രഞ്ച് റവല്യൂഷൻ 1789. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇയർ വരുന്ന ഏതാണ്? 1707. ഇതായിരിക്കും ഫസ്റ്റ് വരേണ്ടത്. അതായത് യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ ഫസ്റ്റ് വരണം. ദെൻ സെക്കൻഡ് വരേണ്ടത് ഏതായിരിക്കും? ഫ്രഞ്ച് റവല്യൂഷൻ സെക്കൻഡായിട്ട് വരണം. നൗ ലിബറൽ റവല്യൂഷൻ തേർഡായിട്ട് വരണം. നൗ ദ ലാസ്റ്റ് വൺ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയാണ് അവസാനമായിട്ട് വരേണ്ടത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും.
Okay, now question number 29. Identify the soil with the help of clues given below. I think the same question we discussed in the last session also. Red to brown in color, sandy in structure and saline nature. നമുക്കറിയാം correct answer option B arid soil ആണ്. Now question number 30. There is enough for everybody's need and not for anybody's greed. Who said these words? Easy question ആണ് നമുക്കറിയാം. ഈ വേർഡ്സ് പറയുന്നത് മഹാത്മാ ഗാന്ധിയാണ്. Now question number 31. How can the resources be classified on the basis of their origin? Again one easy question. നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്ന ചാപ്റ്ററിനകത്തായിരിക്കും അതിൽ ഫസ്റ്റ് പോയിന്റ് മിക്കവാറും ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആണ് നമ്മൾ ഈ ഒറിജിൻ്റെ ബേസിൽ റിസോഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. Now question number 32. When was a state reorganization commission implemented? അതായത് എസ്പെഷ്യലി ലാംഗ്വേജിൻ്റെ ബേസിലൊക്കെ ഈ പുതിയ സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മീഷനാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇൻ 1956. നമുക്കറിയാം ആ ഒരു വർഷം തന്നെയാണ് കേരളം എല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ വൺ അസേർഷൻ ഈസ് എൻ ക്വസ്റ്റ്യൻ. അസേർഷൻ ഇങ്ങനെയാണ്: പവർ ഷെയറിംഗ് ഈസ് ഗുഡ് ഫോർ ഡെമോക്രസി. സോ അസർഷൻ കറക്റ്റില്ല. നമുക്കറിയാം പവർ ഷെയറിംഗ് തീർച്ചയായിട്ടും ഡെമോക്രസി നല്ല കാര്യം തന്നെയാണ്. ഞാൻ റീസൺ നോക്കാം. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ്. അതും കറക്റ്റ് അല്ലേ? സോ അസേർഷൻ റീസണും കറക്റ്റാണ്. തമ്മിൽ നമുക്ക് റിലേഷനും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ തന്നെയാണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി നമുക്കൊരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഒരുപാട് വലിയ വീഡിയോ ആയി പോകും, ഒന്ന് പോസ് ചെയ്ത് നിങ്ങളായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഏതായിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഇവിടെ കുട്ടികളുടെ എൻറോൾമെൻറ്റ് കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടു, ഇതിൽ അവരുടെ ഒരു ലിറ്ററസി റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് അവർക്ക് എന്തറിഞ്ഞിരിക്കണം? അറ്റ്ലീസ്റ്റ് ഹു ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് അറ്റ്ലീസ്റ്റ് ദെയർ മദർ ടങ്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എങ്കിലും വായിക്കാൻ എഴുതാനുള്ള ഒരു കഴിവ്. അതാണ് IBT അറിയപ്പെടുന്ന പേരാണ് നമുക്കറിയാം, ലിറ്ററസി റേറ്റ്. ഇനി GDP, നമ്മൾ നാഷണൽ ഇൻകത്തെ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു കാര്യം എന്താണ് നമുക്കറിയാം? അത് പെർ ക്യാപിറ്റ ഇൻകമാണ് നമുക്കറിയാം. നൗ ദ ലാസ്റ്റ് വൺ, ദിസ് നമ്പർ ഓഫ് ഇയേഴ്സ് എ ന്യൂ ബോൺ ചൈൽഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ലൈഫ്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഇതാണ്, ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 35. വാട്ട് സ്റ്റേറ്റസ് ഹാസ് ബീൻ ഗിവൺ ടു ഹിന്ദി ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? പലരും തെറ്റിച്ചേരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു നാഷണൽ ലാംഗ്വേജ് എന്ന ഒരു ഓപ്ഷൻ ബബിൾ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓർക്ക് അതല്ല കറക്റ്റ് ആൻസർ. ഹിന്ദി ഈസ് നോട്ട് അവർ നാഷണൽ ലാംഗ്വേജ്, ബട്ട് ഇറ്റ് ഈസ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓൺലി. സോ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് ഹിന്ദിയെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നൗ ഇൻ വിച്ച് ഇയർ എ മേജർ സ്റ്റെപ്പ് വാസ് ടേക്കൺ ടുവേർഡ്സ് ഡീസെൻട്രലൈസേഷൻ? നമുക്കറിയാം ഡീസെൻട്രലൈസേഷനെ കുറിച്ചൊരു ആക്ട് തന്നെ കൊണ്ടുവന്ന ഇയറാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പോയിന്റ്സ് പഠിച്ചൊരു കാര്യമായിരുന്നു അതിൽ. കറക്റ്റ് ആൻസർ 1992. നൗ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്? ഈ 4 പേരിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് പെയർ യു ഹാവ് ടു ചൂസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ലിസ്റ്റ് കറക്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ലിസ്റ്റ്, ദാറ്റ് ആൾസോ കറക്റ്റ്. സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടുഗദർ കൺകറൻറ്റ് ലിസ്റ്റ്, ദാറ്റ് ആൾസോ കറക്റ്റ്. ബട്ട് ലോക്കൽ ഗവൺമെൻറ് റെസിജ്വറി പവേഴ്സ് അതല്ല. നമുക്കറിയാം റെസിജ്വറി പവേഴ്സ് വരുന്ന ഏത് ഗവൺമെൻറ്റിനായിരിക്കും? definitely to central government or union government. So that is wrong. Now, which organ plays an important role in overseeing the implementation of constitutional provisions and procedure? ഇത് തന്നിരിക്കുന്നതിൽ ഏത് ഓർഗനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിലെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു റൈറ്റ് വരുന്നത്? ലെജിസ്ലേച്ചറിനാണോ, എക്സിക്യൂട്ടീവിനാണോ, ജുഡീഷ്യറിക്കാണോ, കോൺസ്റ്റിറ്റ്യൂഷനാണോ? നമുക്കറിയാം ഏതായിരിക്കും? ഓപ്ഷൻ C
സി ആണ് കറക്റ്റ് ആൻസർ. ജുഡീഷ്യറിക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു റോൾ വരുന്നത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 13 അഗൈൻ അതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇങ്ങനെയാണ്: റണ്ണിങ് വാട്ടർ കട്ട്സ് ത്രൂ ദ ക്ലേ സോയിൽ ആൻഡ് മേക്സ് ഡീപ് ചാനൽസ് സച്ച് ആസ് ഗള്ളീസ്. നമ്മൾ ആ ചാപ്റ്ററിൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ചാപ്റ്ററിൽ അവസാനം പഠിച്ചൊരു കാര്യമായിരുന്നു. അത് കറക്റ്റാണ്. അതേ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് കറക്റ്റ്. ഇൻ ദ ചമ്പൽ ബേസിൻ സച്ച് ലാൻഡ്സ് ഓഫ് കോൾഡ് ലീച്ചിങ് ആണോ? നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ചമ്പൽ ബേസിനിൽ അതുപോലുള്ള ബാഡ് ലാൻഡ്സ് ഉണ്ടെങ്കിൽ സച്ച് ബാഡ് ലാൻഡ്സ് ഓഫ് ചമ്പൽ റീജിയൻ ഈസ് നോൺ ആസ് എന്തായിരുന്നു? അവർക്ക് എന്തായിരിക്കും? റാവിൻസ് അല്ലേ? സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് റാവിൻസ് എന്ന വാക്കല്ല, ലീച്ചിങ് എന്നുള്ള വേർഡാണ്. സോ അസേർഷൻ കറക്റ്റാണ്, ബട്ട് റീസൺ ഫോൾസ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, നൗ 40. ദി സെക്ടേഴ്സ് ഓഫ് എക്കോണമി ക്യാൻ ബി ഡിവൈഡ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ വരുന്ന ഡിവിഷൻ ഏതായിരിക്കും? അല്ലെ, പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആണ് ഓണർഷിപ്പിൻ്റെ ബേസിൽ വരുന്ന ഡിവിഷൻ. Now 41. GDP is a total value of dash goods produced during a particular year. ആ ഡാഷ് വരുന്ന ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട വേർഡ് എന്തായിരിക്കും? ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ? ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ? ഓൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ? ഓർ ഓൾ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ? നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Now 42. Analyze information given below considering one of the following correct option. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അനൂജ് വർക്ക്സ് ഇൻ എ റൈസ് മിൽ. ജോബ്സ് ഹിയർ ആർ ലോ പെയ്ഡ് ആൻഡ് ഓഫൻ നോട്ട് റെഗുലർ. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഓവർ ടൈം, പെയ്ഡ് ലീവ്, ഹോളിഡേയ്സ് എക്സെട്ര. എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് സെക്യൂർ. പീപ്പിൾ ക്യാൻ ബി ആസ്ക്ഡ് ടു ലീവ് വിത്തൗട്ട് എനി റീസൺ. അല്ലെ, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അവിടെ ജോലി ചെയ്യുന്നത്. നമുക്കറിയാം ഇതെല്ലാം വരുന്ന ഏതൊരു സെക്ടറിലായിരിക്കും? ഡെഫിനറ്റ്ലി ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് ഇത്രയും മാത്രം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നത്, വിത്തൗട്ട് എനി ബെനിഫിറ്റ്സ്. ഇനി അഗെയിൻ ഇവിടെ ഒരു കുറച്ച് പെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ അവിടെ ചൂസ് ചെയ്യണം. കൊറിയ ടെറിഷറി സെക്ടർ കറക്റ്റ് അല്ലേ, ഒരു സർവീസാണ്, ദാറ്റ്സ് കറക്റ്റ്. ഫിഷർമെൻ പ്രൈമറി, ദാറ്റ് ആൾസോ കറക്റ്റ്. ബാങ്കർ ടെറിഷറി അഗെയിൻ എ സർവീസാണ്, അത് കറക്റ്റാണ്. ദെൻ കാർപ്പൻറ്റർ പ്രൈമറി, അത് കറക്റ്റാണോ? അല്ല, കാരണം കാർപ്പൻറ്റർ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റിനെ മറ്റൊരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യായിരിക്കും ചെയ്യേണ്ടതായിരിക്കുക. സോ അത് കാർപ്പൻറ്റർ വരുന്നുണ്ടാവുക സെക്കൻഡറി സെക്ടറിലാണ്, നോട്ട് ഇൻ പ്രൈമറി സെക്ടർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 46. വിച്ച് ഫാക്ടർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ എക്കോളജിക്കൽ ക്രൈസിസ്? നമ്മുടെ ഈ ഗ്ലോബൽ എക്കോളജി ക്രൈസിന് കാരണമാവാത്ത ഫാക്ടർ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈയിങ് ദ ഗ്രീഡ് ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ് ആണോ? അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ് ഇൻ ഫ്യൂ ഹാൻഡ്സ് ആണോ? സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണോ? ഡിസ്ക്രിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സ് ആണോ? നമുക്കറിയാം ഇതിൽ ഈ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻ്റ് അല്ലാത്ത ബാക്കി ഓപ്ഷനെല്ലാം ഇത്തരം എക്കോളജിക്കൽ ക്രൈസിന് കോസ് ആവുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മളിവിടെ പറയും റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, കുറച്ച് ആളുടെ കയ്യിൽ മാത്രമായിട്ട് റിസോഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, നമ്മുടെ ഗ്രീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാം ഇതിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാത്രമാണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, അഗെയിൻ വൺ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അസേർഷൻ എങ്ങനെയാണ്? ബ്ലാക്ക് സോയിൽസ് ആർ ബ്ലാക്ക് ഇൻ കളർ ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് അയൺ ഇൻ ക്രിസ്റ്റലൈൻ ആൻഡ് മെറ്റമോർഫിക് റോക്ക് ആണോ? നമ്മളിങ്ങനെ കാര്യം പഠിച്ചിട്ടില്ല അല്ലേ. നമ്മൾ റെഡ് സോയിലിൻ്റെ കാര്യം മാത്രമേ അവിടെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ബ്ലാക്ക് സോയിലിൻ്റെ കളറിന് കാരണം ഇതൊന്നുമല്ല. സോ ഓപ്ഷൻ അസേർഷൻ റോങ് ആണ്. നൗ ദേ ഡെവലപ്പ് ഡീപ്പ് ക്രാക്സ് ഡ്യൂറിങ് ഹോട്ട് വെതർ. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ഹോട്ട് വെതർ സമയത്ത് അവിടെ ക്രാക്സ് ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സോയിലാണ് ബ്ലാക്ക് സോയിൽ. സോ ഏതായിരിക്കും? അസേർഷൻ ഫാൾസ് ആണ്, റീസൺ ട്രൂ ആണ്. സോ ഡി ഈസ് ദ ആൻസർ. അസേർഷൻ ഫാൾസ്, റീസൺ ട്രൂ. നൗ 46. Tata Iron and Steel Company Limited, Reliance Industries Limited are examples of പബ്ലിക് സെക്ടർ ആണോ, പ്രൈവറ്റ് സെക്ടർ ആണോ, ജോയിൻറ്റ് സെക്ടർ ആണോ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമായിരുന്നു. പ്രൈവറ്റ് സെക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പിന്നെ PDF പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. നമുക്കിനി ജസ്റ്റ് ഒരു മാപ്പ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓൺ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ എ ഈസ് മാർക്ക്ഡ് ആസ് എ ഡാം. അതായത് ഇവിടെ ഏതായിരിക്കും ഇവിടെ വരുന്ന ഡാം? എല്ലാവരും മാപ്പ് ക്വസ്റ്റ്യൻ എല്ലാം പഠിച്ചു കഴിഞ്ഞ് വിചാരിക്കുന്നു. ഏതായിരിക്കും? സലാലാണോ, ഹിരാക്കുഡാണോ, ടൈരിയാണോ, റാണ പ്രതാപ് സാഗറാണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഹിരാക്കുഡ് ഡാമാണ്. Now on the same map, B is also marked as a major coffee cultivating state. അല്ലെ, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. അതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കർണാടകയാണ്. ഒരിക്കലും നിങ്ങൾ മാപ്പിലെ മാർക്ക് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് 2 മാർക്ക് നമുക്ക് അവിടെ ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒരിക്കലും അവിടെ മാർക്ക് നിങ്ങൾ പോരുത്. ഓക്കെ, സോ എല്ലാവരും മാക്സിമം റിവൈസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.